എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റോബിൻ അവളാണെങ്കിൽ റബേക്കയുടെ അടുത്തേക്ക് വന്ന് ആ വില്ലൻ ഡീമന്റെ അവന്റെ സ്ക്വാഡിൽ ഇപ്പൊ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ സ്ക്വാഡിനെ ഡൈവേർട്ട് ചെയ്യാണ്. റോബിൻ ആണെങ്കിൽ ഇപ്പൊ കൈറോസിനെ നോക്കി പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ മിത്രമാണ്. റബേക്കയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഇവളുടെ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഡീമണ്ടേ ആയിട്ട് ഫൈറ്റ് ചെയ്യാം. ഇവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഡീമണ്ടേക്കാണെങ്കിൽ അത് കേട്ട് കലി കയറി കയറി വരും. അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പല്ല് കടിച്ചു നിൽക്കും. റബേക്കയ്ക്കാണെങ്കിൽ റോബിനെ കാണുമ്പോൾ ഒരുപാട് ആശ്വാസം. അവളാണെങ്കിൽ റിലാക്സ് ചെയ്ത് റോബിന്റെ അടുത്തേക്ക് വരികയാണ്. അതേസമയം കൈറോസ് ആൾക്കാണെങ്കിൽ ഇപ്പൊ സമാധാനമായി. ആൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നത് റബേക്കയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഇപ്പൊ റബേക്കയെ പ്രൊട്ടക്ട് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വന്നു കഴിഞ്ഞു. ഇനി എനിക്ക് കുഴപ്പമില്ല. എന്റെ വൈഫിനെ കൊന്ന ഈ ഡീമണ്ടേ ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കൈറോസ് ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവന് നേരെ കുതിച്ചു പായും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഓടി വന്ന് പച്ചത്തായനെ കെട്ടിപ്പിടിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പവറൊന്നും ഇല്ല, ഇവർ പറയുന്ന അനുസരിക്കുക, ഇത് മാത്രമാണ് ഇത്രയും കാലവും ഞങ്ങൾ ചെയ്തത്. അത് അടിയും ഇടിയും ഇവരുടെ ഉപദ്രവമൊക്കെ പേടിച്ചാണ്. സോ ദയവ് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യരുത്. ഇയാളെ കൊന്നതുപോലെ നിങ്ങളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് പച്ചത്തലയും പറയും, നിങ്ങൾ എന്തായി പറയണേ? അവന്റെ കാറ്റ് പോയിട്ടില്ല, അവൻ എടുത്തോണ്ട് പോയി കുറച്ചു ദിവസം ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി, അവൻ ഓക്കെ ആയിക്കോളും. നിങ്ങൾ ആരെയും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പച്ചത്തലയിലാണെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അവരെന്ത് പറയേണ്ട താമസം അവർ ഞൊടിയിടയിൽ ഡെലിഞ്ചറിനെയും ആ വില്ലനെയും അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. ഒരല്പ ദൂരം മുൻപോട്ടേക്ക് എത്തുമ്പോൾ ഡെലിഞ്ചറിനെ പിടിച്ചിരിക്കുന്ന രണ്ടുപേര് കാല് വഴുക്കി താഴേക്ക് വീഴും. അത് കണ്ട ചപ്പറത്തലച്ചി ആന്റി ഒരു പല്ല് കടിച്ച് അവർ രണ്ടുപേരെയും ഇപ്പൊ വേറൊരു ആകൃതിയിലാക്കി മാറ്റും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവനെ താഴെയിടും. ഇത്രയും മോശമായിട്ടാണോ ഓഫ്ലമിംഗോ അസിസ്റ്റൻസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണേ? അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വയലറ്റിനെ കാണിക്കും. വയലറ്റിനാണെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് കോള് വരികയാണ്. ആ ലിറ്റിൽ പീപ്പിൾസ് അവർ വയലറ്റിനോട് പറയും, ഇവിടെ മണിക്കൂറുകളായിട്ട് ഫൈറ്റ് വാശിയോടുകൂടെ മുൻപോട്ടേക്ക് പോവാണ്, ഞങ്ങൾക്ക് പ്രിൻസസിനെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നറിയാനാണ് ഞങ്ങൾ വിളിച്ചത്. അതിന് വയലറ്റ് പറയും, പ്രിൻസസിനെ അന്വേഷിച്ച് പോയത് ലിയോ ആണ്, ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അടുത്ത സ്നെയിലില് ഇപ്പൊ ലിയോയെ കോണ്ടാക്ട് ചെയ്യും. ലിയോ ആണെങ്കിൽ നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഇതുവരെ പാലസിന് അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത നിമിഷം ആ ചപ്പറത്തലച്ച ആന്റിയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പോ ലിയോയുടെയും കൂട്ടറുടെ അടുത്തേക്ക് വന്ന് അവർ അച്ചരം പൊച്ചറ ഷൂട്ട് ചെയ്യും. ലിയോ ആണെങ്കിൽ ഞൊടിയിടയിൽ അവിടുന്ന് സ്പീഡ് കൂട്ടി ഓടുകയാണ്. അവരുടെ സ്പീഡ് അത് അൺബീറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ഫോളോ ചെയ്യാനായിട്ടാവില്ല. അതേസമയം ഇവിടെ ചപ്പറത്തലച്ച ആന്റി അവര് പ്രിൻസസിന്റെ റൂമിലേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് അറഞ്ചം പൊറഞ്ച് അടിക്കും. മര്യാദയ്ക്ക് നിന്റെ എബിലിറ്റി യൂസ് ചെയ്യ്. പ്രിൻസസ് ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ പവർ ഉപയോഗിക്കില്ല, എനിക്ക് എത്രയും വേഗം ഗ്രീൻ പീറ്റിലേക്ക് തിരികെ പോകണം, എനിക്ക് പ്രതീക്ഷയുണ്ട് എന്റെ ആൾക്കാർ എന്നെ വന്ന് രക്ഷിക്കും. അതിനാ ചപ്പറത്തലച്ച ആന്റി അവര് പല്ല് കടിച്ച് അവളെ ആഞ്ഞടിക്കും. നീ അത് കാണുന്നില്ലേ? എന്റെ ആൾക്കാർ അവരെല്ലാവരും ഒരുപാട് പരിക്കൊക്കെ പറ്റി തകർന്ന് കിടക്കുകയാണ്. അവർക്ക് നീ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ നിന്റെ ആൾക്കാർ അവർ നിന്നെ രക്ഷിക്കാൻ വരുന്നതിന് മുൻപ് നിന്നെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ തല്ലി തല്ലി കൊല്ലും. അത് കേൾക്കുമ്പോൾ പ്രിൻസസിന് പേടിയാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ വില്ലന്മാരെ കാണിക്കും. ഓരെയൊക്കെ തുളുമ്പി ബോധം കെട്ട് അവറ്റകൾ അവിടെ കിടക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ദേഷ്യപ്പെടും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും അവരെ ട്രീറ്റ് ചെയ്യില്ല എന്ന്, അവരെല്ലാവരും ബാഡായിട്ടുള്ള ആൾക്കാരാണ്. റിങ്കോക്ക് ഇങ്ങനെ ചതിച്ചില്ലാതാക്കിയ ആ ടോഫ്ലമിംഗോടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെ എല്ലാവരെയും കഷ്ടപ്പെടുത്തി ദുരിതത്തിലേക്ക് തള്ളിവിട്ടവര്. അതിനാ ചപ്പർത്തലച്ച ആന്റി പ്രിൻസസിനെ ചുരുട്ടി കയ്യിലെടുത്ത് അവളുടെ തലയും ബോഡിയും അത് രണ്ടായിട്ട് വലിക്കുകയാണ്. അവള് വേദനയില് ഇപ്പൊ ലിയോയുടെ പേര് വിളിച്ച് കരയും. ഇവിടെ ലിയോയുടെ രണ്ട് അസിസ്റ്റൻസിനെയും ആ വില്ലന്മാരെ ഷൂട്ട് ചെയ്ത് താഴെയിടും. പക്ഷെ അവനാണെങ്കിൽ വേറെ വഴിയില്ലാതെ പ്രിൻസസിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതേസമയം ആ ചപ്പർത്തലച്ച ആന്റി അവളുടെ കഴുത്ത് പിടിച്ച് തിരിക്കും. ഒരുപാട് വേദനയില് പ്രിൻസസിന്റെ ഒരു ഡ്രോപ്പ് കണ്ണീര് അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചോട്ടാ വില്ലന്റെ ബോഡിയിൽ വീഴും. അവളുടെ കണ്ണീര് വീഴേണ്ട താമസം ഞൊട്ടിയിടയിൽ അവ ഹീലാവുകയാണ്. ഉടനെ ആ ചപ്പർത്തലച്ച ആന്റിക്ക് പിടികിട്ടും ഇവളുടെ പവർ അത് കൂടുതലും അവളുടെ കണ്ണീരിലാണെന്ന്. സോ നിന്റെ കണ്ണീര് ഉപയോഗിച്ച് തന്നെ ഞാൻ ഇവരെ എല്ലാവരെയും ഹീലാക്കൂന്ന് പറഞ്ഞ് ചപ്പർത്തലച്ച ആന്റി ആണെങ്കിൽ അവളെങ്ങനെ ടെററായിട്ട് നോക്കും.
കരയണം, നിന്റെ കണ്ണീര് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് ചപ്പർത്തലച്ചി ആന്റി ഇപ്പൊ അവൾ അറിഞ്ഞ പൊറഞ്ച അടിക്കും. പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വേദന കട്ടിച്ചമർത്തി അവളുടെ കണ്ണീരിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വയലറ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. അവിടെ പ്രിൻസസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. വയലറ്റ് ആണെങ്കിൽ പ്രിൻസസിന് എന്താ സംഭവിക്കണേന്നുള്ള കാര്യം അവളുടെ പപ്പയോടും സ്നെയിലുണ്ടായിരുന്ന ഫാക്ടറിയിലെ ബാക്കിയുള്ള ലിറ്റിൽ പീപ്പിൾസിനോടും പറയും. അവർക്കാണെങ്കിൽ അത് കേട്ട് താങ്ങാനാവില്ല. ഒരുപാട് വിഷമത്തില് ഇപ്പൊ പ്രിൻസസിനെ ഓർത്ത് കരയാണ്. വയലറ്റ് ആണെങ്കിൽ ഇപ്പോ ലിയോയുടെ പേര് വിളിച്ച് അലറും. അവന്റെ മാക്സിമം സ്പീഡിൽ ചാടി ചെന്ന് മുൻപിൽ കാണുന്ന വില്ലന്മാരെ എല്ലാവരെയും തല്ലി കൊന്ന് പ്രിൻസസിന്റെ അടുത്തേക്ക് കുത്തിക്കും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ സഹിക്കില്ല. അവർക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസസിന്റെ ബോഡിയിൽ കൈവെക്കും. ആ ചപ്പർത്തലച്ച ആന്റിയെ അവർ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ പോവാൻ തയ്യാറാവുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ഒരു വിധത്തില് അപ്പാപ്പനെ പിടിച്ചു വെച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ നമ്മുടെ വയലറ്റ് അവള് അപ്പാപ്പനോടും ബാക്കിയുള്ളവരോടും പറയും, പ്രിൻസസിന് ഹീലിംഗ് പവറാണ്. അവര് പരുക്ക് പറ്റിയ അവരുടെ ആൾക്കാരെ എല്ലാവരെയും പ്രിൻസസിനെ വെച്ച് ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവൾ അതിന് വഴങ്ങാത്തതുകൊണ്ട് തന്നെ വളരെ മോശം രീതിയിൽ പ്രിൻസസിനെ ഉപദ്രവിച്ച് അവര് പ്രിൻസസിനെ കൊണ്ട് അവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവും. വയലറ്റ് പറയും, വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ തകർത്തത്. അവരെ ഹീൽ ചെയ്ത് വീണ്ടും പഴയതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ആ ഷുഗർ പെണ്ണ് അവിടെ തന്നെയാണ് ഉള്ളത്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ഉസോപ്പിന്റെ പേടി അത് ഇരട്ടിയാവും. കാരണം അവള് നോർമലായ പിന്നെ അവളെ തകർക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവൾ ആദ്യം റിവെഞ്ച് ചെയ്യുക അത് ഉസോപ്പിനോടായിരിക്കും. ഇവിടെ ലിറ്റിൽ പീപ്പിളും കിങ്ങും വയലറ്റും ഉസോപ്പും എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ലിയോയിലാണ്. ലിയോയെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ലിയോ ആണെങ്കിൽ നിർത്താതെ അവന്റെ ഫുൾ സ്പീഡ് എടുത്ത് പ്രിൻസസിന്റെ അടുത്തേക്ക് ചാടി ഓടുകയാണ്. അതേസമയം ചപ്പർത്തലച്ചി ആന്റി പ്രിൻസസിനെ അറഞ്ചം പൊറഞ്ചം അടിച്ച് അവളുടെ കണ്ണീര് അത് പുറത്തെടുക്കാൻ ശ്രമിക്കും. പ്രിൻസസ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടി അവളുടെ കണ്ണീരിനെ കൺട്രോൾ ചെയ്യാണ്. ലിയോ ആണെങ്കിൽ ആ വില്ലന്മാരെയൊക്കെ അട്ടിച്ച് തെറിപ്പിച്ച് റൂമിലേക്ക് ചാടി വരും. പക്ഷെ അപ്പോഴേക്കും ആ ചപ്പർത്തലച്ചി ആന്റി അവര് പ്രിൻസസിനെ പിടിച്ച് അങ്ങനെ ചുറ്റും കറക്കുകയാണ്. അവൾ അത്രയും നേരം കൺട്രോൾ ചെയ്ത് വെച്ച അവളുടെ ടിയേഴ്സ് അങ്ങനെ ഡ്രോപ്പായി ആ വില്ലന്മാരുടെ ദേഹത്തേക്ക് വീഴാൻ പോവാണ്. ഇവിടെ ലിയോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ലിയോയുടെ തൊട്ടു പുറകില് അവന്റെ ഫ്രണ്ട് കപ്പ് അവനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കും. വയലറ്റ് ആണെങ്കിൽ കണ്ണൊക്കെ അടച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ടിയേഴ്സ് ആണെങ്കിൽ ആ വില്ലന്മാരുടെ തൊട്ടടുത്തേക്ക് വരും. അത് കണ്ട കപ്പ് അവന്റെ പവർ ഉപയോഗിച്ച് ആ വില്ലന്മാരെ അട്ടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. ആ ഗ്യാപ്പില് നമ്മുടെ ലിയോ അവനാണെങ്കിൽ പുറത്തലച്ച ആന്റിയുടെ ബോഡിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഓരോ വില്ലന്മാരെയും അവളുടെ ബോഡിയിലേക്ക് ചേർത്ത് വെച്ച് ലോങ് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പിടിച്ച് വലിക്കും. ആ ഒരു വലിക്കലില് അവരെല്ലാം അവളെ ഇട്ടിക്കാനായിട്ട് 50 സ്പീഡില് ചപ്പർത്തലച്ച ആന്റിക്ക് നേരെ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. ആന്റി ആണെങ്കിൽ അത് കണ്ട് നിലവിളിക്കും. ലിയോ ആണെങ്കിൽ നല്ല ഫോഴ്സില് ആ ത്രെഡ് പിടിച്ച് വലിക്കും. ഒരു നിമിഷം ആ മെയിൻ വില്ലന്മാര് വന്ന് ഞെട്ടിക്കുകയാണ് ആന്റിയുടെ ദേഹത്ത്. ക്ലിക്ക് പ്ലിക്ക് ചോര തുളുമ്പി ഇപ്പൊ കാറ്റ് പോയ ആന്റി താഴേക്ക് വീഴും. ആന്റിയുടെ കൺട്രോൾ പോയ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന പ്രിൻസസ് അവൾ താഴേക്ക് വീഴുകയാണ്. ലിയോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പ്രിൻസസിനെ ക്യാച്ച് ചെയ്ത് സേഫ് ആയിട്ട് താഴെ ഇറക്കും. പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വർഷങ്ങൾക്ക് ശേഷം കാത്തിരിപ്പിന് ഫലം ഉണ്ടായി. ലിയോ അവളെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് വന്നു കഴിഞ്ഞു. അവള് സന്തോഷത്തില് ലിയോയെ തന്നെ നോക്കും. ഇവിടെ ചപ്പർത്തലച്ചി ആന്റിക്കാണെങ്കിൽ ബോധമില്ല. ലിയോ ആണെങ്കിൽ ഒരുപാട് നേരം അവളെ എടുത്തു പൊക്കി പിടിച്ച് പ്രിൻസസിനോട് പറയും, നീ പഴയതുപോലല്ല, നിനക്ക് നല്ല വെയിറ്റ് വെച്ചു എന്ന് പറഞ്ഞ് അവളെ താഴേക്ക് ഇടുകയാണ്. ഇവിടെ വയലറ്റ് ഒരു ശ്വാസമൊക്കെ വലിച്ചു വിട്ട് പ്രിൻസസിനെ സേഫ് ആക്കി രക്ഷപ്പെടുത്തിയ കാര്യം എല്ലാവരോടും പറയും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫി അവനാണെങ്കിൽ ഒരുപാട് സമയമായി ആ ബെലമയായിട്ട് അട്ടിയിടി ബഹളം. അവൻ എന്തൊക്കെ പറഞ്ഞ് ബെലമയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവനൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. ബെലമയുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ലൂഫിയെ കൊല്ലണം. ഡോഫ്ലമിംഗോ അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും ബെലമ ഇത്രയും കാലം ഫോളോ ചെയ്തത് ഡോഫ്ലമിംഗോയാണ്. സോ ലൂഫിയെ കൊന്നു കളഞ്ഞ ഉറപ്പായാലും കുറച്ചു കാലത്തേക്കെങ്കിലും ഡോഫ്ലമിംഗോയുടെ മനസ്സിൽ ബെലമയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും. അതിനുവേണ്ടിയാണ് അവൻ ലൂഫിയെ അച്ചറം പൊച്ചറ ഇടിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.